വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ ഹൈദരാബാദി പനീർ മസാല റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫ്രഷ് ക്രീമൊന്നും ചേർക്കാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക. റെസിപ്പിയിലോട്ട് പോകാം. ഹൈദരാബാദി പനീർ മസാല ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചൂടായ കടായിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 1 ബേ ലീഫ്, 4 ഗ്രാമ്പു, 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയും നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റായി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. വലിപ്പം പ്രശ്നമില്ല, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അത് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് 3 മീഡിയം സൈസ്ഡ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉള്ളിയൊക്കെ ഒരു ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴേക്ക് നമുക്കതിലേക്ക് 3 മീഡിയം സൈസ്ഡ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ബ്രൗൺ ഷെയ്ഡ് ആവാൻ വേണ്ടി ഒന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇപ്പം കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 150 ഗ്രാം പാലക്ക് ചീര അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെയും നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് നമുക്ക് അല്പം നേരം വേവിച്ചെടുക്കാം. ചീരയ്ക്കൊന്നും അധികം വേവില്ലാത്തത് കൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇത് മിക്സിയിൽ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതേ സെയിം കടായിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ മുന്നേ അരച്ചു വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്ത് ആ മിക്സിയുടെ ജാറിലും കൂടെ അല്പം കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കറി നല്ല തിക്കായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. നമ്മൾ അടച്ചു വെച്ചില്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ടൊക്കെ ഇത് തെറിക്കും. ഇപ്പം ഞാനിവിടെ ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വളരെ തിക്കായതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി അല്പം ലൂസായിട്ട് വന്നിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിന് എത്രയാ ലൂസെന്ന് താല്പര്യമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ക്യൂബായിട്ട് കട്ട് ചെയ്ത പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. പനീറിന് അധികം വേവില്ല, അതുകൊണ്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. ഞാനിവിടെ പനീർ ഫ്രൈ ചെയ്തിട്ടല്ല ചേർത്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അല്പം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടും ഇങ്ങനെ പനീർ ചേർക്കാം. അവസാനമായിട്ട് കസൂരി മേത്തി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൈകൊണ്ട് ഒന്ന് തിരുമിയിട്ട് മുകളിൽ വിതറി കൊടുക്കാം. ഇവിടെ നമ്മുടെ ഹൈദരാബാദി പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചീരയും മല്ലിയിലയും ഒക്കെ അരച്ച് ചേർത്തിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ യൂഷ്വൽ കഴിക്കുന്ന ഒരു പനീർ കറിയുടെ ടേസ്റ്റ് അല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്